എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനം സന്തോഷമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാ ദിവസവും നിങ്ങൾ ജ്യോതിഷം കാണണം. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരുകൾ നാളും ഇടുക തന്നെ വേണം. അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സെപ്റ്റംബർ 5 നറുക്കെടുപ്പിൽ എല്ലാവരും പങ്കെടുക്കണം. സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ അന്ന് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ഭാഗ്യവാൻ 25,000 രൂപയുടെ മൊബൈലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ ഭാഗ്യവാൻ പങ്കെടുക്കണം എന്നറിയും. എല്ലാ ഭാഗ്യവാന്മാരും പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൂജയുടെ ഫലമായി ധാരാളം ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. പലർക്കും ജോലി ലഭിക്കുന്നു എന്ന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു. നിങ്ങൾ തീർച്ചയായും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആഗസ്റ്റ് 10 മുതൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റങ്ങൾ ബാധിക്കുന്ന കുറേ നാളുകാരുണ്ട്. 15 നാളുകാരെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായി പറയുന്നത്. ആ നാളുകാർക്ക് രാജകീയ യോഗമാണ് വരുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് ഗജകേസരി യോഗം പോലെ ഒരു യോഗമാണ്. അതുപോലെ തന്നെ മരുദ്വേഗ യോഗം. ആ യോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ വെച്ചടി കയറ്റമാണ് ഈ നാളുകാർക്കുണ്ടാകുന്നത്. അത് പ്രധാനമായി ആഗസ്റ്റ് 10 മുതലാണ് തുടങ്ങുന്നത്. ആഗസ്റ്റ് 10 മുതൽ പ്രധാന നാളിൽ ഒന്നാമനാണ് അശ്വതി നാൾ. അശ്വതി നാളിനാണ് ആ പ്രധാനമായി കാണുന്നത്. 50% സാധ്യതയാണ് അവർക്ക് കാണുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ധനാഗമനമാണ്. പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്നാണ് അവർക്ക് ധനം ഉണ്ടാകുന്നത്. എല്ലാ രീതിയിലും സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ് ആഗസ്റ്റ് 10 അവർക്ക് കിട്ടുന്നത്. വെച്ചടി കയറ്റമാണ് ആഗസ്റ്റ് 10 മുതൽ. ഗജകേസരി യോഗമാണ് വരുന്ന ആഗസ്റ്റ് 10 മുതൽ. അതുപോലെ തന്നെ ഭരണി നാൾ, അതുപോലെ തന്നെ കാർത്തിക, ഇവർക്കെല്ലാം നല്ലൊരു സമയമാണ് ആഗസ്റ്റ് 10 എന്ന് പറയുന്നത്. ആ ഡേറ്റിലുള്ള ആ ഒരു ഫലം ഭയങ്കരമാണ്. രാജകീയ പ്രൗഢി പോലെയാണ് അവർക്ക് ആഗസ്റ്റ് 10 മുതൽ വരുന്ന രാജകീയ പ്രൗഢി. അതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ട രോഹിണി, മകയിര്, ഈ നാളുകാർക്കെല്ലാം ഐശ്വര്യമാണ്. തിരുവാതിര, പുണർതം, പൂയം, ഇവരെല്ലാം രാജകീയ പ്രൗഢിയോടെ വരേണ്ട സമയമാണ് ആഗസ്റ്റ് 10. ഈ ഗ്രഹങ്ങളുടെ സംഗമം വളരെയധികം ഗുണം ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലും സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകത്തില്ല. അത് അവരുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റായി മാറും എന്നുള്ളതാണ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെയധികം അവരെ എഫക്റ്റ് ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിൻ്റായി മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പലർക്കും ജോലിയില്ലാത്ത അവസ്ഥയാണ്. അവർക്ക് ജോലി വരെ ലഭിക്കും ഈ സമയം. ആഗസ്റ്റ് 10 തൊട്ട് അവർക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളാണ് വന്നു ചേരുന്നത്. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. ബിസിനസ്സിൽ വളരെയധികം കാലങ്ങളെ തകർന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഐശ്വര്യം വരും എന്നുള്ളത്. അതിൽ പ്രധാനമായും രേവതി, ഉത്രട്ടാതി, പൂരിട്ടാതി, പുണർതം, ഈ നാളുകാർക്കെല്ലാം ഐശ്വര്യമാണ്. അതുപോലെ തന്നെ ആയില്യം, മകം തുടങ്ങിയ നാളുകാർക്കെല്ലാം ഈ ആഗസ്റ്റ് 10 തൊട്ട് നല്ലൊരു സമയം വരുന്നു എന്നുള്ളത്. ഇത് പൊതുജാതകമാണ് പറയുന്നത്. അതിൽ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവാം. എല്ലാം 50% സാധ്യതയുണ്ട്. ബാക്കി 50% സാധ്യത കുറവാണ്. എന്നാലും 50% സാധ്യതയുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ഇവരെ വല്ലാതെ ബാധിക്കും. അതവർക്ക് സാമ്പത്തികമായ ഉയർച്ചയാണ് ഇതുണ്ടാകുന്ന പ്രധാന കാര്യം. ഈ മരുദ്യോഗം ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് പ്രധാനമായും ഗജകേസരി യോഗമാണ് ഉണ്ടാകുന്നത്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ഇവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും മഹത്തരമായി മാറും. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ഗുണകരമായി ചെയ്യണമെങ്കിൽ ചെറിയ പൂജകൾ ചെയ്യണം. ആ പൂജകളുടെ ഫലമായി അവർക്ക് ഈ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. തൃക്കേട്ടയും ഈ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാം. അവർക്കും ഒരു 50% സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂലവും, ഇവരൊക്കെല്ലാം സാധ്യതയുള്ള സാധ്യതയാണ് കൂടുതൽ. അവർ ചെയ്യേണ്ടത് പൂജകളാണിത്. ഈ പൂജകൾ എന്ന് പറയുന്നത് ശുക്രൻ്റെയും ശനിയുടെയും സ്വാധീനം ഇതിനകത്ത് ബാധിക്കുന്നു. അതുകൊണ്ട് പ്രധാനമായി അവർ ചെയ്യേണ്ടത് ശുക്രപൂജ ചെയ്യണം. ശുക്രപൂജയിൽ പ്രധാനമായി ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം അവരുടെ നാളിലും പക്കാ നാളിലും മാസത്തിൽ വെള്ളിയാഴ്ചകൾ തോറും നെയ്വിളക്ക് കത്തിക്കണം. നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ അവരിടുന്ന ഡ്രസ്സ് ഏറ്റവും പ്രധാനമാണ്. നീല വസ്ത്രവും വെള്ള വസ്ത്രവുമായിരിക്കണം ധരിക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഐശ്വര്യമുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകൾ തോറും അവർക്ക് അർച്ചന കഴിക്കുക. അവരുടെ പേരിൽ അർച്ചന കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ഐശ്വര്യങ്ങളെല്ലാം ഈ നാളുകാർക്ക് വന്നു ചേരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർ തൊടുന്നതെല്ലാം പൊന്നായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത ഒരു കാലയളവാണ് അവർക്ക്. ഇതുവരെ ഉള്ള എല്ലാ അധപ്പതനും അവർക്ക് മാറും. അവരെ പുച്ഛിച്ച് തള്ളിയവരുടെ മുമ്പിൽ അവർ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്ന നാളുകാരാണ് ഈ പറഞ്ഞ നാളുകാരിൽ. അവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ബന്ധുക്കളും ശത്രുക്കളെല്ലാം ബന്ധുക്കളായി മാറുന്ന ഒരു സമയമാണ്. എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹമായൊരു വർഷം, കാലം, സമയം എല്ലാം ഒത്തു വന്നിരിക്കുകയാണ്. ഈ പൂജകൾ ചെയ്താൽ മാത്രം അവർക്ക് എല്ലാ ഐശ്വര്യവും പൂർണ്ണമായിട്ട് കിട്ടും. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകൾ തോറും നാരങ്ങ വിളക്ക് കൊടുത്താൽ ഐശ്വര്യമായിരിക്കും. നാരങ്ങ മാല ദേവിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഐശ്വര്യത്തിൻ്റെ ഒരു നിറകൂട്ടാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവർക്ക് ലക്ഷ്മി നാരായണൻ കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.
ഈ നാളുകാർക്ക് ഈ നാളെ തൊട്ട് തുടങ്ങുന്ന രാജയോഗം വളരെ പൂർണ്ണമായും കിട്ടാൻ ഈ പറയുന്ന പൂജകളും കൊണ്ട് ചെയ്യണം, അത് മറക്കരുത്. അതുപോലെ തന്നെ അർച്ചനകൾ ചൊവ്വാഴ്ചകൾ തോറും നടത്തണം. മാസം അവരുടെ പക്കാ നാളിൽ നാരങ്ങമാല അമ്പലത്തിൽ കൊടുക്കണം. അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കണം. ഇതൊക്കെ അവർക്ക് ഐശ്വര്യം നിലനിർത്താൻ സാധിക്കും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ലക്ഷ്മി നാരായണ.